ഹായ് ഫ്രണ്ട്സ്, അൽഫാസ് കിച്ചണിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബട്ടർ എഗ് മസാലയാണ്. നിങ്ങളെല്ലാവരും മുട്ടക്കറിയൊക്കെ വീട്ടിൽ തയ്യാറാക്കുന്നുണ്ടാവും അല്ലേ? അപ്പം ഇതുപോലെ ഒരു തവണയെങ്കിലും ഈ ബട്ടർ എഗ് മസാല നിങ്ങൾ തയ്യാറാക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയാം കേട്ടോ. ബട്ടർ എഗ് മസാല റെഡിയാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 7 മുട്ടയാണ്. നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്ത് അതിലോട്ടേക്ക് ഈ 7 മുട്ടയും പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് കടലമാവ് ഞാൻ 2.5 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ടേക്ക് വളരെ കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം. മുട്ടയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഉപ്പ് ചേർക്കുന്ന സമയത്ത് ശ്രദ്ധിച്ച് മാത്രം ചേർക്കാം. വളരെ കുറച്ച് ഉപ്പ് മതിയാവും മുട്ടയിലോട്ടേക്ക്. അപ്പോഴത്തേക്ക് നമുക്ക് ഒരു പാത്രം എടുത്ത് അതിലോട്ടേക്ക് കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. ഇനി അരച്ചെടുത്ത് കൊണ്ടുവന്ന മുട്ട മിക്സ് നമുക്ക് ഈ പാത്രത്തിലോട്ടേക്ക് ഇനി ഒരു ഇഡ്ഡലി പാത്രം അടുപ്പിൽ വെച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കാൻ വെക്കാം. അത് വെള്ളം ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഈ മുട്ട മിക്സ് ഒരു തട്ട് വെച്ചിട്ട് അതിൻ്റെ മേലോട്ടേക്ക് ഈ മുട്ട മിക്സ് വെച്ച് ഒരു 10 മിനിറ്റ് സമയം നമുക്ക് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ്. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. മുട്ടയൊക്കെ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പുറത്തോട്ട് എടുത്തിട്ട് ചൂട് തണിയാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോഴേക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലോട്ടേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ ഒന്ന് മെൽറ്റായി വരുന്ന സമയത്ത് ഞാനിവിടെ 3 ഉള്ളി നേരിയതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനോടൊപ്പം തന്നെ 2 തക്കാളി അതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 7 വറ്റൽമുളക് ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു കൈപ്പിടി അണ്ടിപ്പരിപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇതൊക്കെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് എടുക്കാം. ഇതൊന്ന് നന്നായി വഴറ്റിയെടുക്കാം. ഉള്ളിയും തക്കാളിയും ഒക്കെ നന്നായി വെന്ത് വരുന്ന വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. ഇപ്പം ഉള്ളി തക്കാളിയൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലോട്ടേക്ക് ഈ മിക്സ് ചേർത്തിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം. അപ്പോഴേക്ക് നമുക്ക് അതേ സെയിം പാൻ തന്നെ ഒന്നുകൂടി അടുപ്പ് വെച്ചിട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ഞാൻ വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി തീ കുറച്ചിട്ടതിന് ശേഷം ഇതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂൺ ഗരം മസാലയും ചേർത്തിട്ട് ഈ മസാലൻ്റെ ഒക്കെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ച മിക്സ് ഉണ്ടല്ലോ, ഉള്ളി തക്കാളിയുടെ മിക്സ്, അതൊന്ന് ഈ പാനിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി തിളപ്പിക്കാം. തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ വേവിച്ച് തണുക്കാൻ വേണ്ടി മാറ്റി വെച്ച മുട്ട ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ സ്ക്വയർ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതും കൂടി ഈ മിക്സിലോട്ടേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ചേർത്തതിന് ശേഷം നന്നായി ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് നേരം കൂടി അതൊന്ന് തിളപ്പിക്കാം. എൻ്റെ ഗ്രേവിയിൽ കുറച്ച് ഉപ്പ് കുറവാണ്, ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ. അതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് കസൂരി മേത്തി ഇതിൻ്റെ മുകളിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ആകുമ്പം തന്നെ നമ്മുടെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിൽ ഇനി ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർക്കാം. ഞാനിവിടെ ഫ്രഷ് ക്രീമാണ് ചേർക്കുന്നത്. ഇതിങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. എന്നാൽ കുറച്ചുകൂടി റിച്ച് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫ്രഷ് ക്രീം ചേർക്കുന്നത്. കുറച്ച് ഫ്രഷ് ക്രീം ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രഷ് ക്രീമോ അല്ല ഫ്രഷ് മിൽക്കോ എന്ത് വേണമെങ്കിലും ചേർക്കാം. അല്ല ഒന്നും ഇല്ലാണ്ട് ഇതുപോലെ തന്നെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ബട്ടർ എഗ് മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ തീ ഓഫ് ചെയ്ത് കുറച്ചുകൂടി ഫ്രഷ് ക്രീം ഇതിൻ്റെ ഈ ഗ്രേവിയുടെ മുകളിലോട്ടേക്ക് ഒഴിക്കുന്നുണ്ട്. നമ്മുടെ ഫോട്ടോനൊരു ലുക്ക് വേണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ കഴിക്കാൻ പോകുന്നത് ചപ്പാത്തിയാണ്. അപ്പോൾ ചപ്പാത്തിയുടെ ഒരു ചെറിയ പീസ് ഇങ്ങനെ മുറിച്ചെടുത്ത് നമ്മുടെ ബട്ടർ എഗ് മസാലയിൽ മുക്കി എഗ്ഗിൻ്റെ ഒരു പീസും കൂടി വെച്ച് ഇങ്ങനെ
എടുക്കുക. അപ്പോൾ എല്ലാവരും വാ തുറന്നേ. ആ എങ്ങനെയുണ്ട് ടേസ്റ്റ് ഒന്ന് പറഞ്ഞേ. അപ്പം എല്ലാവർക്കും ഈ ഗ്രേവി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഫീഡ്ബാക്ക് പറയാം. പിന്നെ എൻ്റെ വീഡിയോ ചാനൽ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.